ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡേ 2 പഹൽഗാമിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, ഇന്നലെ ശ്രീനഗറിൽ നിന്ന് ഡൽഹിലേക്ക് നമ്മൾ പോയപ്പോൾ എടുത്ത ഫാമിലി ഫോട്ടോ ആണിത്. അതൊക്കെ ഒന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഹൽഗാമിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ, പഹൽഗാം എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാകുമ്പോൾ വരുന്നു, എത്തി നോക്കുന്നു. ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുള്ള വീഡിയോ ആണിത്. പിന്നെ ഹായ് ഗൈസ്, ദിസ് ഇസ് സെക്കൻഡ് ഡേ. നമ്മൾ പഹൽഗാമിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, പഹൽഗാമിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ 10 മണിയായി. ഇന്നലെ ഇവർ ലഡാക്ക് എത്തിയത് 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. മിറായ ഹായ് പറയൂ, മിലാൻ ഹായ് പറയൂ. ഇയാളാണ് ലഡാക്ക് പോയി വന്നാൾ. ഇതാണ് നമ്മൾ ഹോട്ടലിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇന്നലെ ഒറ്റയ്ക്കല്ലേ വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ കുറേ ആണുങ്ങൾ മാത്രം, ഞാൻ പേടിച്ച്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇവിടെ കുറേ ആണുങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ. അപ്പം ഇവർ ആ പെണ്ണിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ലേഡിയാണ് ബുക്ക് ചെയ്തതെന്ന്. അപ്പം ലേഡി പറഞ്ഞ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് സ്റ്റേ ചെയ്യുക, നിങ്ങളുടെ കൂടെ ഒന്നും ടെൻഷനില്ല, നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡ്രൈവർ മാമനുമായിട്ട് പിള്ളേർ നല്ല കൂട്ടായി, അതുകൊണ്ട് നല്ല ഒരു റിലാക്സ് ആയിരുന്നു എനിക്ക്. പിന്നെ ഇതാണ് എൻ്റെ മനോഹരൻ ആദ്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ടൈം വർക്ക് ചെയ്ത സ്ഥലം ശ്രീനഗറിൽ. ഏകദേശം 10-15 കൊല്ലം മുന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോട്ടലിൻ്റെ പേര് പറയാൻ മറന്നു. ഈ ഹോട്ടൽ റിവർ ബെഞ്ചാണ് പേര് ഹോട്ടലിൻ്റെ. ഇന്നലെ ആ രാത്രി ഫോട്ടോഷൂട്ടിന് പൈസ 2500 പറഞ്ഞത്, എല്ലാം കൂടി വാട്സപ്പിൽ അയച്ചു തരുമെന്ന് പറഞ്ഞു. പക്ഷേ വാട്സപ്പിൽ അയച്ചു തന്നിട്ടില്ല ഫോട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാശ്മീരിൽ സ്കാം എന്ന് പറയുന്നത്. അവർ ആദ്യം ഒരു റേറ്റ് പറയും, പിന്നെ എടുത്ത് കഴിയുമ്പോൾ വേറൊരു റേറ്റ് പറയും. അങ്ങനെ 2500 പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അത്രയൊന്നും പൈസയൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ പരമാവധി കുറച്ചിട്ട് തരണം, എനിക്ക് അത്രയൊന്നും തരാനിപ്പോൾ ഇല്ല, ഞാൻ ഒറ്റക്കാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡ്രൈവർ ഇടപെട്ട് എങ്ങനെയല്ലോ പറഞ്ഞത് 1200 അങ്ങനെ 12 പ്രിൻ്റ് ചെയ്ത ഫോട്ടോസും വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സ്കാമാണ്, അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടി കയറാൻ പോവുകയാണ്. സ്പെഷ്യൽ ചായ, കേസർ ചായ. കാശ്മീരിൽ നിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരിക? ഒന്ന് കുങ്കുമപ്പൂ. അപ്പം കുങ്കുമപ്പൂ കാണാൻ അതിൻ്റെ ഒരു സ്റ്റോറിലാണ് നമ്മളിപ്പം പോകുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ തോട്ടം. അപ്പോൾ അടുത്തത് ലൊക്കേഷൻ ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ കാർ സൈഡാക്കി നമ്മളിത് കേസറിൻ്റെ ഷോപ്പിൽ വന്നതാണ് നോക്കാൻ വേണ്ടിയിട്ട്. കേസർ ചായ. അച്ഛാ ഓക്കെ. നമ്മൾ കശ്മീരി കാവ കുടിക്കാൻ. അപ്പം ഇതാണ് കശ്മീരി കാവ. നല്ല ബദാമും നല്ല കേസറൊക്കെ ഇട്ടിട്ടുള്ള കശ്മീരി കാവയാണ്. കാവ എന്നൊക്കെ പറയുന്നു. കുഴപ്പമില്ല, നല്ലുണ്ട്, കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കണ്ട ബദാമൊക്കെ ഇട്ടിട്ട് നല്ല അടക്കേ. സൂപ്പറാ 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 സൂപ്പറാ. സ്ട്രോബെറി വാങ്ങിത്തന്ന. അങ്ങനെ നമ്മൾ കാശ്മീരി കാവയൊക്കെ കുടിച്ച് നമ്മളെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ആപ്പിൾ തോട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് പഹൽഗാമിൻ്റെ മെയിൻ സൈറ്റ് സീയിങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പണ്ടൊക്കെ കാശ്മീർ ട്രാവൽ ഏജൻ്റാണല്ലോ ഞാൻ. അപ്പോൾ ട്രാവൽ ഐറ്റിനറിയിൽ ഈ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ ഐറ്റിനറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിത് നേരിട്ട് കാണാണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, മീൻസ് ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് നേരിട്ട് കാണുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നത്
ഒരു സ്ഥലമല്ലല്ലോ. പണ്ടേ പേടിയാണല്ലോ കാശ്മീർ ടെററിസ്റ്റ് അറ്റാക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റോട്ടിയാണ്, പിന്നെ ആലു പരാട്ടയാണ്, പിന്നെ ദാൽ ഫ്രൈ ആണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു സാധാ റെസ്റ്റോറൻറ്റാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുഞ്ഞ് റെസ്റ്റോറൻറ്റാണ്. എൻ്റെ മോള് വരെ ബിരിയാണി വേണം അയാളോട്. അച്ഛൻ്റെ ആലു പൊറോട്ട എത്തിച്ച. അയ്യോ അയ്യോ റോട്ടിയും ദാൽ ഫ്രൈ. മോൻ്റെ പ്ലേറ്റ് വെക്ക്, എന്നാലേ തരാൻ കഴിയുമോ? പ്ലേറ്റ് വെക്കോ? ഓക്കേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി അവിടുന്ന്. അപ്പം നമുക്കിവിടെ നിർത്തേണ്ടി വന്നു, കാരണം ആർമീൻ്റെ വണ്ടി പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ വിടുമെന്ന് പറഞ്ഞ്. ആർമീൻ്റെ കാൻബോയ് അങ്ങനെ എന്തോ പറയുന്ന കേട്ടിന്. അപ്പം അങ്ങനെ അത് പാസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കാറിൽ ഓക്കെ. അങ്ങനെ നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അവിടുന്ന് എവിടത്തേക്കാന്ന് വെച്ചാൽ പഹൽഗാമിലേക്കാണ് പോകുന്നത്. ആപ്പിൾ തോട്ടം കാണാനാണ് പോകുന്നത്. അതിനിടയിൽ ആപ്പിൾ ഗാർഡൻ വരും. वाह मोड़ वाह तो आप लोग मेरे से മരുന്നുണ്ടോ അല്ലേ? മരുന്നുണ്ട് അപ്പിയ. ആ പിന്നെ തരും, മാമൻ തരും കേട്ടോ. അതെടുക്കാതെ ആടെ കൈ തുടക്കി ഞാനെ തൊട്ടല്ലേ. നമ്മളപ്പം ആപ്പിൾ തോട്ടത്തിലുള്ളത്. ആപ്പിൾ ഗാർഡൻ എത്രയാ ആപ്പിൾ ശരിക്കും പറഞ്ഞാൽ കാശ്മീർ ഈ ടൈമാണ് വരേണ്ടത്. കാരണം ആപ്പിൾ തോട്ടം ഇതൊക്കെ കാണിക്കൽ ഈ ടൈമാണ് ഉള്ളത്. എൻ്റെ മോൻ ഉറങ്ങിപ്പോയോണ്ടോ എൻ്റെ തോളിലുള്ളത്. അപ്പം ഫുള്ള് ആപ്പിളാണ്. ഫുള്ള് ഇവിടെ മൊത്തം ഈ ഗാർഡൻ മൊത്തം ഫുള്ള് ആപ്പിളാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല. ഫുള്ള് ആപ്പിൾ ഉണ്ടാകുക സീസണായി. അപ്പോൾ എന്താ പറയുക, കുറേ നിറയെ പെട്ടിക്കണക്കിന് ആപ്പിൾ ഈ സമയത്താണ് കൊണ്ടുപോവുക. കുറച്ചുകൂടി വലുതായി ചുവപ്പ് കളറേ നല്ല മധുരമുള്ള ആപ്പിളാണ്. കാശ്മീർ എല്ലാവർക്കും അറിയാമല്ലോ, ഫേമസ് ആണ് ആപ്പിൾ ഗാർഡൻ. ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും റിലേറ്റീവ്സ് എല്ലാം അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കാശ്മീർ ആപ്പിൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാശ്മീർ ആപ്പിൾ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഉണ്ട് എനിക്ക്. അതെ, ആപ്പിൾ ജ്യൂസ് വന്നിട്ടാ. ആപ്പിൾ ജ്യൂസ് വന്നിട്ടാ. സൂപ്പറാ ആപ്പിൾ ജ്യൂസ് അല്ലേ? ആപ്പിൾ ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുത്ത ജ്യൂസാണ്. അത് കുറച്ച് പൊന്തിക്ക്. അനക്ക് അച്ഛൻ അമ്മേനെ പ്രപ്പോസ് ചെയ്യാനാന്ന് കുട്ടി പറയുന്നത്. വേഗം അടുക്ക് അമ്മക്ക് തരുന്നേ. കാണുന്നുണ്ടോ അച്ഛനെയും അമ്മേനെയും? ആപ്പിൾ സിഡഗർ വിനെഗർ എല്ലാം അതിയുണ്ട്. ഇവർ പ്രൊഡക്റ്റാണ്.
കണ്ട പ്രൊഡക്റ്റ് എന്താണ് ആപ്പിൾ മുറബ്ബ ഇതൊന്നും ജാമ മൽബറി ജാമ കണ്ട മൽബറിന്റെ ജാമ जी सर मलबरी होता है एप्रिकॉट होता है एप्पल होता है മൽബറി की तरफ दुकान जी सर अलग फार्म है सर वालनट का अलग है एप्पल का अलग है मलबरी का अलग अलग फार्म ये प्रॉपर मलबरी है यस बिल्कुल टेस्ट कीजिए ये लोटस स्टम्प पिकल है लोटस कावल कगड़ी ലോട്ടസ് ടേസ്റ്റ് ഉണ്ടാ ये वाला ये वाला कश्मीरी गार्लिक माउंटेन गार्लिक वाइल्ड गार्लिक रहता है ये है ना? ये मटर जैसा दाना जो होता है 1200 केजी बिकता है और ये एप्पल की चटनी है ആപ്പിൾ ചട്നി यस और वो एप्पल का पिकल है ये एप्पल का ആപ്പിൾ Yes. പിക്കൽ और मीठे में ടേസ്റ്റ് ഉണ്ട് दोगे चक അല്ലേ ഗാർലിക്കാ चार അച്ചാറടാ അച്ചാറാന്ന് എന്നാ വേണ്ട की जली कौन सा ये वाला यस मुरब्बा ആപ്പിൾ മുറബ്ബയാവും അത് കയ്യിൽ ഇത് നല്ല ഇത് മണ്ണ് നല്ല പോലെ. ഇതാണ് മണ്ണ് ഇത് और ये सर एप्पल और वॉलनट मिक्स जैम रहता है അത് ആപ്പിളും വാൾനട്ടും മിക്സ് ചെയ്യാൻ പോലും അനക്കതാ ജെല്ലി ജെല്ലി കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് അത് ये क्या दिया था अभी एप्पल और वॉलनट का मिक्स जैम रहता है और ये प्लेन एप्पल का जैम ये सब प्रॉपर वही है क्या Yes. ആഹാ ओके കാണാൻ നല്ല രസമുണ്ട്. ആപ്പിൾ ജാം വാങ്ങിയാലോ ബ്രെഡിന്റെ ഒപ്പം കൂട്ടാൻ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാലോ ആപ്പിൾ ജാം വാങ്ങിയിട്ട് एप्पल जैम कितना का है सर एप्पल जैम कितना का है प्लेन वाला हाँ? 300 सर और ये मलबरी का सर ആ മൽബറി അതാ ടേസ്റ്റ് ओके मेरे को टेस्ट ഉണ്ടാവും ടേസ്റ്റ് നിങ്ങൾ തിന്നാലോ ആ എനിക്ക് തോന്നി മൽബറി ഇവർക്കൊന്നും ഇഷ്ടാവില്ല പ്ലെയിൻ ആപ്പിളിൻ്റെ നല്ലുണ്ട് അത് വാങ്ങാം एक प्लेन एप्पल है ഇതിപ്പം കുറച്ചേ റെഡ് കളറായിട്ടുള്ളൂ ഒരു മാസം കൂടി ആകുമ്പം നല്ലോണം റെഡ് കളറാവും നല്ല മധുരം ഉണ്ടാകുന്ന ആപ്പിളാണിത് കണ്ട റെഡ് കളർ സൂപ്പർ നമ്പർ हाँ पुछो ആയിട്ട് ഓന് വെച്ചോർക്ക് इधर रख दो അടക്ക മിറ അങ്ങോട്ടേക്ക് അടന്നോട്ടെ നിന്റെ മേത്ത് വെക്കൂ അതിനാ നീ പിടിക്കല്ല ആടെ വെക്കുവേ അനങ്ങാണ്ടിരിക്കണേ ആ ഏ മിലാൻ നോക്കിയട്ടെ